അപ്പോൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് നമുക്ക് മറ്റ് പലരെയും പോലെ സാഹിത്യത്തിൽ പ്രത്യേകിച്ച് കവിതയിൽ താല്പര്യം ഉണ്ടാക്കുന്നതിൽ സുകുമാരൻ സാർ ദത്തശ്രദ്ധനായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ സൗമ്യമായ മുഖവും ഒരു നർമ്മം ആസ്വദിക്കാനും നർമ്മം പ്രകടിപ്പിക്കുവാനും പറയാനും തമാശ പറയാനും അത് ആസ്വദിക്കാനും കഴിയുന്ന സുകുമാരൻ സാറിന് എനിക്ക് നല്ല പരിചയമാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഞാൻ പണ്ട് 3ാം ക്ലാസ് കണ്ട് പഠിക്കുന്ന സമയത്താണ് അന്നത്തെ പദ്യോച്ചാരണം എന്നാണ്, കവിതാ പാരായണം എന്നല്ല, പദ്യോച്ചാരണമാണ്. അപ്പോൾ ആ മത്സരത്തിന് എന്നെ വിട്ട് കലോത്സവത്തിൽ നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമുട് കെട്ടി എന്നുള്ള ആ കവിതയൊക്കെ പഠിപ്പിച്ചത് സാറാണ്. അപ്പോൾ പ്രേരിപ്പിച്ചതും പിന്നെ എന്നും അച്ഛൻ്റെ ഒരു സംഘ സഹായകാരൻ ആളായതുകൊണ്ട് മിക്കവാറും എൻ്റെ വീട്ടിൽ വരികയായിരുന്നു. അച്ഛനുമായിട്ട് സഹായിക്കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ആയിരുന്നു. മാത്രമല്ല എല്ലാ മാസവും സുകുമാരൻ സാറിൻ്റെ ഒരു കാർഡ് വരും, സഹജസമിതി പാലായുടെ പ്രതിമാസ യോഗം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ വിഷയം ഇന്നതാണ്, കാര്യദർശി KN സുകുമാരൻ നായർ എന്ന് പറഞ്ഞിട്ട് നല്ല അക്ഷരത്തിൽ, നല്ല ഈ ഹാൻഡ് റൈറ്റിംഗ് വളരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര നല്ല കൈയക്ഷരത്തിൽ വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു അന്നൊക്കെ പോസ്റ്റ് കാർഡാണ്. എല്ലാ മാസവും പോസ്റ്റ് കാർഡ് വരാറുണ്ട്. അതും ഞാൻ ആ പോസ്റ്റ് കാർഡ് നിൽക്കുന്ന അച്ഛൻ്റെ നിലവാരം ഇപ്പോഴും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സുകുമാരൻ സാറ് ഈ നേരത്തെ പറഞ്ഞ നല്ലൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. എൻ്റെ മൂത്ത സഹോദരിയുടെ വിവാഹത്തിൻ്റെ ഫുൾ ഫോട്ടോ എടുത്ത് ആൽബാക്കി തന്നത് സുകുമാരൻ സാറാണ്. അതിന് ഞങ്ങളുടെയൊക്കെ വിവാഹമായപ്പോൾ അച്ഛൻ പറഞ്ഞു, സുകുമാരൻ സാറിന് വേറെ ഓപ്ഷനില്ല, സാറ് മതി എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞു, എനിക്കിപ്പോൾ അത്ര ധൈര്യം പോരാ, എനിക്ക് കാഴ്ചയൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഏർപ്പാട് ഞാനും കുറേ എടുത്തു തരാം, പക്ഷേ ഒരു ഫംഗ്ഷൻ കവർ ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ആളിനെ ഏർപ്പാട് ചെയ്തു. പക്ഷേ സാർ തലേദിവസം കുറേ ഫോട്ടോകളൊക്കെ എടുത്തു കഴിഞ്ഞു. ആ ഫോട്ടോകളൊക്കെ വളരെ അതിമനോഹരമായിരുന്നു. പിന്നെ ഒരു പ്രത്യേക അന്യാവശ്യമായ ഒരു വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു സുകുമാരൻ സാർ. ആ സാറിൻ്റെ വേഷത്തിലും ആ സാറിൻ്റെ ഒരു തോൾസഞ്ചിയും ഒരുപാട് യാത്ര ചെയ്യുന്ന സുകുമാരൻ സാർ, അങ്ങനെ ഒരുപാട് പരിചയം സാറുമായിട്ട് ഉണ്ട്. സാറ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കുട്ടികളെ മലയാളം പഠിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ആ സാഹിത്യം താല്പര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതകാലത്തേക്കുള്ള ഒരു നിക്ഷേപമാണ്. അപ്പോൾ അത്തരത്തിലുള്ള അധ്യാപകർ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതിനെ പലപ്പോഴും, കാരണം അവർക്ക് ശമ്പളം എന്നുള്ളത് മാത്രം പ്രതീക്ഷിച്ചിട്ടല്ല, സാറൊക്കെ ഈ സഹസമിതിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തുമാത്രം സഞ്ചരിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ പോലെ യാത്രകൾ വളരെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഫോട്ടോ ക്യാമറ കൊണ്ടുപോയിട്ട് എല്ലാം നല്ല ഫോട്ടോസ് കൊണ്ടുവരുമായിരുന്നു. ഇപ്പം ഇന്നിപ്പോൾ ഈ മൊബൈൽ വന്നതുവഴി ഫോട്ടോ എടുക്കാൻ ചിലവില്ല. പക്ഷെ അന്നങ്ങനെയല്ല. ആ കാലത്ത് വലിയ ഒരു ക്യാമറയുമായിട്ട് നീങ്ങുന്ന ഈ ഖദർ ധരിച്ച, പരുക്കൻ ഖദർ ധരിച്ച എന്നാൽ പരുക്കനല്ലാത്ത സുകുമാരൻ സാറിനെ ഞാൻ അനുസ്മരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.